ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് ആയാലോ? ഇത് ഇപ്പോഴത്തെ ഒന്നല്ല കേട്ടോ, ഞാൻ വീട്ടിൽ നിന്നപ്പോഴത്തേതാ. പിന്നെ എഡിറ്റ് ചെയ്യാൻ കുറച്ച് മടിയായതുകൊണ്ട് കുറച്ച് ഡിലേ ആയിപ്പോയി. സോറി ഗൈസ്. ഞാൻ എൻ്റെ കഴിവതും വീഡിയോസ് ഇനി അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കാം. പിന്നെ രാവിലെ എനിക്ക് അനിയനെ കൊണ്ടാക്കണം. ഞാൻ എൻ്റെ കഷ്ടകാലത്തിന് അവനോടൊന്ന് പറഞ്ഞു, എടാ കുറച്ച് വീഡിയോ എടുത്ത് തരുമെന്ന്. ഇനി എന്നോട് പറയരുതെന്നുള്ള രീതിക്ക് അവൻ ആദ്യം തൊട്ട് അവസാനം വരെയുള്ള എല്ലാ വീഡിയോസും എടുത്തിട്ടുണ്ട്. പറഞ്ഞിട്ട് കാര്യമില്ല, ഒക്കെ എൻ്റെ തെറ്റാ. അവനെ കൊണ്ടാക്കിയിട്ട് വേണം എനിക്ക് അമ്പലത്തിൽ പോകാൻ. കുറേ ദിവസമായി ആഗ്രഹിക്കുന്ന അമ്പലത്തിൽ പോകാൻ, പക്ഷെ നടക്കണില്ല. എന്തായാലും ഞാൻ രണ്ടും കൽപ്പിച്ച് പോകും. അങ്ങനെ അവനെ കൊണ്ടാക്കി തിരിച്ചു വന്ന് കുളിച്ചൊരുങ്ങി അമ്പലത്തിൽ ചെന്നു. അവിടെ ചെന്നപ്പോഴും ആരുമില്ല. നേരത്തെ അമ്പലം അടയ്ക്കാൻ ഒരുങ്ങുന്ന, ഇനി മഴയായതുകൊണ്ടാവാം. അങ്ങനെ പ്രാർത്ഥിച്ചൊക്കെ കഴിഞ്ഞ് ആ കൊണ്ടുവിട്ട സാധനത്തിന് തിരിച്ചു കൊണ്ടുവരണല്ലോ, അതിന് വേണ്ടി പോവാം. ഭക്തിയുടെ നടക്കത്തിലാണ്. രാവിലെ അമ്പലത്തിലൊക്കെ പോയി തിരിച്ചു പോവുകയാണ്. ഇവിടെ ഫുള്ളും ഇങ്ങനെ ഇറക്കും, മഴ പെയ്ത് കടന്നിട്ട് തെങ്ങി കിടക്കുന്നതുകൊണ്ട് നമ്മൾ സൂക്ഷിച്ചു പോയില്ലെങ്കിൽ ഇനി തന്നെ നമുക്ക് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവാം. അതെ, ആ ചാടിത്തുള്ളി വരുന്ന ആ മഹാനാണ് എൻ്റെ അനിയൻ. അപ്പം നമുക്ക് രാവിലെ എന്താ ഉരുളക്കിഴങ്ങ് ഇല്ലാത്ത സാമ്പാർ ആരുണ്ടാക്കി? എന്റെ പണ്ടത്തെ ഫോട്ടോ കാണിച്ചിട്ട് തളർത്താൻ നോക്കുകയാണ് എൻ്റെ മാതാശ്രീ. പക്ഷേ ഇതിനൊന്നും രാമകുട്ടി തളരില്ല. കോളേജ് ആയപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്ന ഒരു സംഭവത്തിനാണ് പോകുന്നത്, ബാക്ക് ടു സ്കൂൾ ഷോപ്പിംഗ്. എൻ്റെ അനിയൻ്റെ ബാക്ക് ടു സ്കൂൾ ഷോപ്പിന് പോവാണ്. ഷോപ്പിംഗ് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. എൻ്റെ അമ്മ അനിയനും അരിയഭവനിലെ മസാല ദോശയുടെ മെയിൻ ഫാൻസാ. പിന്നെ വാരി തന്നു കഴിഞ്ഞാൽ ഞാനും തിന്നും. എനിക്ക് അത്ര ഇൻട്രസ്റ്റ് ഒന്നും ഇല്ല. എന്നാലും നിന്റെ അടുത്ത് ഞാൻ എന്തോ ഉണ്ടാക്കാൻ വന്നു. എൻ്റെ അനിയനെ തീരെ ഇൻട്രസ്റ്റ് ഇല്ലാത്തൊരു കാര്യമാണ് അവൻ്റെ വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുക്കുന്നത്. ബട്ട് അതൊക്കെ എടുക്കുന്നതാണ് എൻ്റെ ഹോബി. അങ്ങനെ നന്ദുൻ്റെ വൈ എന്നെല്ലാം കേട്ട് സംതൃപ്തിയായിരുന്നു എന്നോട് എൻ്റെ അമ്മ പറഞ്ഞു, വെറുതെ നോക്കിയിരിക്കേണ്ട, കോഫി നാട്ടി കൂടെ നിൽക്കുന്നത്. കേട്ട പാതി കേൾക്കാത്ത പാതി ഞാൻ കോഫി ആറ്റാൻ തുടങ്ങി. അങ്ങനെ കഠിനമായ പരിശ്രമത്തിന് ശേഷം ഞാൻ കോഫി ആറ്റി കഴിഞ്ഞു. അപ്പം എൻ്റെ മാതാശ്രീ എൻ്റെ മുഖത്ത് നോക്കി പറയാ, ഏതായാലും ഇത്രയും കഷ്ടപ്പെട്ടല്ലേ, വേണേ കുറച്ച് കുടിച്ചോളാൻ. ഏതായാലും അമ്മ അങ്ങനെ പറഞ്ഞല്ലേ, അമ്മ വിഷമിക്കേണ്ടെന്ന് വിചാരിച്ച് ഞാൻ കുറച്ച് കുടിച്ച്. അവിടുത്തെ അംഗത്തിനൊക്കെ ശേഷം ഞങ്ങൾ നേരെ വീട്ടിൽ വന്ന് മീൻ വറുക്കാണ്ടായിരുന്നു. അതും വറുത്ത് തോരനും കൂട്ടി ഞാൻ ചോറ് കഴിച്ച്. അങ്ങനെ ചോറൊക്കെ കഴിച്ച് ഞാൻ നേരെ ഫ്രഷായി വന്നിരുന്നപ്പോൾ അമ്മ വാങ്ങിയും കൊണ്ട് വരുന്നു. എനിക്ക് യൂണിവേഴ്സിറ്റി എക്സാം വേണ്ടി പഠിക്കണം, അതും വേണം. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. അടുത്ത വിശേഷമായി വരുന്നവരെ ബൈ ബൈ.